ഓണത്തിന് സ്കൂൾ കുട്ടികൾക്ക് നൽകിയിരുന്ന അരിയും വെട്ടി. 5 കിലോ അരി നൽകിയിരുന്നത് 4 കിലോയാക്കി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അരി നൽകി വരുന്നത്. സാനിയോ മനോമി വിവരങ്ങൾ നൽകും. സാനിയോ, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ CPM ഹാൻഡിലുകൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. 5 കിലോ അരി നൽകിയത് 4 കിലോ ആക്കി VD സതീശൻ സർക്കാരിന്റെ വിസ്മയം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആരോപണം കഴമ്പുള്ളതാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അത് മാറുന്നുണ്ട് ഓണക്കാലത്തല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് പ്രധാനപ്പെട്ട വിഷയമായി മാറേണ്ടതുമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളായി സ്ഥിരമായി ഓണക്കാലത്ത് ചെയ്തു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും 5 കിലോ അരി സൗജന്യമായി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതാണ് ഇപ്പോൾ 4 കിലോ അരിയായി വെട്ടിക്കുറച്ചിരിക്കുന്നത്. എന്നാൽ വെട്ടിക്കുറച്ചതിനെ കുറിച്ചുള്ള സൂചനകൾ ഈ ഉത്തരവിൽ പറയുന്നുമില്ല. പകരം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5 കിലോയിൽ നിന്ന് വെട്ടിക്കുറച്ചത് എന്തുകൊണ്ടാണെന്നോ അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ നൽകിയിട്ടുമില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഇതിപ്പോൾ മാവേലി സ്റ്റോറുകളിൽ ലഭ്യമാക്കിക്കൊണ്ട് കുട്ടികൾക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്. 22ാം തീയതിക്കുള്ളിലായി മുഴുവൻ സ്കൂളുകളിലും അരി എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നൊക്കെ പറഞ്ഞ് അതിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഓർഡറാണ്. പക്ഷേ അപ്പോഴും 1 കിലോ അരി എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. സംസ്ഥാനത്തെ 10,000 വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അരി കിട്ടിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഓരോ കിലോ വെച്ച് ഓരോ കുട്ടിക്കും കുറയുമ്പോൾ വലിയ ഒരു തുക അതുവഴി സംസ്ഥാന സർക്കാരിന് സ്വന്തം ലാഭിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഉയരുന്നത്. അതായത് ഇങ്ങനെയാണോ പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി ഇതാണോ എന്നുള്ള ആരോപണമാണ് സോഷ്യൽ മീഡിയയിൽ CPM ഹാൻഡിലുകൾ ഉയർത്തുന്നത്. ശരിയാണ് സാനിയോ. എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിത്രമൊക്കെ വെച്ച വലിയ കാർഡുകളൊക്കെ UDF പ്രവർത്തകരും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ മന്ത്രിയുടെ ചിത്രത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കുട്ടികൾക്ക് 4 കിലോ അരി എന്ന് പറയുന്നു. പക്ഷേ ഓർക്കേണ്ടത് കഴിഞ്ഞ സർക്കാർ 5 കിലോ വീതം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് 1 കിലോ കുറച്ച് കൊടുക്കുകയാണ്. ആ കുറവ് കൂടി ചേർത്താണ് നിങ്ങൾ ഈ പ്രചാരണം നടത്തുന്നത് എന്നത് ഓർക്കണം. അപ്പോൾ ആ 1 കിലോ കുറഞ്ഞത് എന്തുകൊണ്ട്, 5 കിലോ കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള രാഷ്ട്രീയ ചോദ്യത്തിന് ഈ ഓണക്കാലത്ത് VD സതീശൻ സർക്കാർ മറുപടി പറയേണ്ടി വരും. വളരെ ചെറിയ വിഷയങ്ങളും വലിയ വിഷയങ്ങളും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓണക്കാലത്ത്. അപ്പോൾ ഇത് ഉറപ്പായും ഒരു വലിയ വിഷയം തന്നെയാണ്.